ഹലോ ആൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അഥവാ ELT എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ 6th യൂണിറ്റ് ഇവാലുവേഷനെ പറ്റിയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താ ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്? അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ടീച്ചേഴ്സ് കൊടുക്കുന്ന അറിവുകൾ കുട്ടികൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന ആ ഒരു ഘടകം എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇവാലുവേഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ടീച്ചേഴ്സ് പലതരം ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് കുട്ടികൾ എത്രത്തോളം നോളജ് അക്വയർ ചെയ്തു, സ്കിൽസ് അക്വയർ ചെയ്തു, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് ഇവാലുവേഷൻ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അപ്പോൾ ഇവാലുവേഷനിൽ വരുന്ന 2 കാര്യങ്ങളാണ് ടെസ്റ്റ് ആൻഡ് എക്സാമിനേഷൻ. നമുക്കറിയാം, ടെസ്റ്റുകളെന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യുന്ന യൂണിറ്റ് ടെസ്റ്റുകളാവാം, അല്ലാതെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെയാണ് ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണെന്ന് പറയുന്നുണ്ട്. അതായത് കുട്ടികളുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലേണിംഗ് മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾ എത്രത്തോളം ആ ഒരു ലെസണിനെ മനസ്സിലാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി കൺസേൺഡ് വിത്ത് ടീച്ചിങ്ങുമായിട്ട് കറക്റ്റ് കൺസേൺ ചെയ്ത് വരുന്നതാണ്. അതേസമയം എക്സാമിനേഷൻ ആണെങ്കിലോ അത് എക്സ്റ്റേണലി ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെൻ്റ് ആണ്. അതായത് അതെന്താണ്, ഒരുപാട് കാര്യങ്ങളോട് കൂടി നടക്കുന്ന ഒന്നാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ലാർജർ സ്കെയിൽ അല്ലെങ്കിൽ ഒരു ബിഗ്ഗർ സ്കെയിലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒന്നാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിൽ പിന്നെന്താ പറയുന്നത്, എക്സാമിനേഷൻ ഹെൽപ്പ് ടു ജഡ്ജ് വെദർ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദി ലേണർ ഇസ് അച്ചീവ്ഡ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, എക്സാമിനേഷനിലൂടെയാണ് ഒരു കുട്ടിയെ അടുത്ത ഹയർ ക്ലാസ്സുകളിലേക്ക് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ എന്താണ്, ഒരു എക്സാമിനേഷനാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ആയിക്കോട്ടെ എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ടീച്ചേഴ്സിന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, കുട്ടികളുടെ ആ ഒരു സ്ട്രെങ്തും വീക്കനിങ്സും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല ടീച്ചറിന് സ്വയം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നത് ഈ ഒരു ടെസ്റ്റുകളിലൂടെയും എക്സാമിനേഷനിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചേഴ്സിന് സ്വയം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ്, സിസ്റ്റമാറ്റൈസേഷൻ. അതായത് ഒരു ടെസ്റ്റിംഗ് നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് മാനറിലായിരിക്കണം. അതായത് ടീച്ചർ ടെസ്റ്റ് ഇങ്ങനെ നടത്തുന്നു എന്നുള്ളത് തന്നെ കുട്ടികളുടെ അടുത്ത് കുറച്ച് മുമ്പേ പറയണം, എന്നാലേ കുട്ടികൾക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം കൊടുക്കണം. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ കയ്യിൽ കറക്റ്റ് ഒരു ആൻസർ ഷീറ്റ് വേണേം താനും, ഈ ഒരു ഇട്ട ക്വസ്റ്റ്യനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ആൻസർ ഷീറ്റ് തിരുത്തി കൊടുക്കുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് വേണം അത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് അവരുടെ ഡെഫിഷ്യൻസീസും വീക്കനിങ്സും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റൂ. അടുത്തതെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ്. അതായത് ഓരോ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും ഓരോ ഒബ്ജക്റ്റീവ്സ് കാണും, അതായത് ഓരോ ഗുണപാഠങ്ങൾ കാണും, ഓരോ എയിമുകൾ കാണും. അപ്പോൾ ഈ ടെസ്റ്റുകൾ നടത്തുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യണം കുട്ടികൾക്കത് മനസ്സിലാവുന്നുണ്ടോ, അതായത് അതിൻ്റെ തീംസ് എന്തൊക്കെയാണെന്നൊക്കെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ലെസൺസിൽ ചിലപ്പോൾ 2 ടൈപ്പിലുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കാം വരുന്നത്, തീമാറ്റിക്കും അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ 2 ഒബ്ജക്റ്റീവ്സ് കുട്ടികൾക്ക് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് റെമഡിയേഷൻ. അപ്പോൾ ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റി പ്രോസസ്സാണ്. ഓക്കെ, അതായത് കുട്ടികൾ ആദ്യം പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് കുട്ടികൾ ടെസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ടെസ്റ്റ് ഇടുന്നു, കുട്ടികൾക്ക് വീണ്ടും ടെസ്റ്റ് ഇടുന്നു, വീണ്ടും റീടീച്ച് ചെയ്യുന്നു, റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നു, വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് എന്നാണ് അടുത്ത പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്രഹെൻസീവ്നെസ്. അതായത് ഇവാലുവേഷൻ എന്ന് പറയുന്നത് കോംപ്രഹെൻസീവാണ്, അതായത് സമഗ്രമായിട്ടുള്ള ഒന്നായിരിക്കണം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സബ്ജക്റ്റീവ് വേയിൽ കുട്ടികൾക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഇവാലുവേഷൻ എപ്പോഴും കൊഗ്നിറ്റീവ് ആയിരിക്കണം, അഫക്റ്റീവ് ആയിരിക്കണം, സൈക്കോ മോട്ടോർ ഏരിയാസ് ഓഫ് ലേണേഴ്സ് അച്ചീവ്മെൻറ്റും ആയിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് ഒരു ടെസ്റ്റിൻ്റെ ക്വാളിറ്റീസാണ്.
ക്വാളിറ്റീസ് ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം? ഒരു ഒബ്ജക്റ്റിവിറ്റി, ഒരു വാലിഡിറ്റി, ഒരു റിലയബിലിറ്റി, ഒരു അഡ്മിനിസ്ട്രേറ്റബിലിറ്റി, ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കണം ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്, അത് നമുക്കത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ്. ടെസ്റ്റുകൾ മെയിനായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്, ഓറൽ ടെസ്റ്റ് ആൻഡ് റിട്ടൺ ടെസ്റ്റ്. ഓറൽ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ലിസണിങ്, സ്പീക്കിംഗ് സ്കിൽസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ ഓറൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നടത്തുന്നത് കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിലാണ്, ലോവർ ക്ലാസ്സസിലാണ്. കാരണം ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പം ഒരു വലിയ എമൗണ്ട് ഓഫ് കുട്ടികൾ കാണുമല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ തന്നെ കാണും. അവരിൽ എല്ലാവരിലും ഓറൽ ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ബോർഡ് എക്സാമിനേഷൻസിനോ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സസിലോ ഒക്കെ വരുമ്പോഴത്തേക്കും ഓറൽ ടെസ്റ്റുകൾ ഇല്ലാതിരിക്കുന്നത്. ഇനി റിട്ടൺ ടെസ്റ്റ്. റിട്ടൺ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മുടെ ഇംഗ്ലീഷ് സ്കിൽസുകൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ എത്രത്തോളം അവർക്ക് എഴുതാൻ പ്രൊഫഷൻ്റ് ആണെന്നൊക്കെ അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് റിട്ടൺ ടെസ്റ്റുകളെന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. എങ്ങനെയൊക്കെയാണ്? ഓറൽ എന്നും റിട്ടൺ എന്നും തിരിച്ചു. ഈ ഒരു റിട്ടൺ ടെക്സ്റ്റിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ്. ഒബ്ജക്റ്റീവ്, ഷോർട്ട് ആൻസർ, എസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരുപാട് എക്സാമുകളൊക്കെ എഴുതുന്നതുകൊണ്ട് നമുക്കറിയാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പം ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്നു. ആ ഓപ്ഷൻസിൽ കുറേ തെറ്റ് ഓപ്ഷൻസുകളായിരിക്കും, ഒരു ഉത്തരേ ശരി കാണുള്ളൂ. കുട്ടികൾ ആ ഒരു കറക്റ്റ് ഓപ്ഷൻസ് തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിനറിന് കൊടുക്കാനായിട്ട് പറ്റില്ല, അതായത് ടീച്ചറിന് കൊടുക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും ഒരു ഉത്തരം എഴുതി കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യുക, മാർക്ക് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും നമുക്ക് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് അല്ലെങ്കിൽ ടെസ്റ്റുകളെന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിനെ തന്നെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, റെക്കഗ്നിഷൻ ടൈപ്പും റീകോൾ ടൈപ്പും. റെക്കഗ്നിഷൻ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചോദ്യത്തിന് ഒരു കറക്റ്റ് ഉത്തരം കാണും, അതിൻ്റെ കൂടെ തന്നെ കുറേ തെറ്റുത്തരങ്ങളും കൊടുത്തേക്കും ഓപ്ഷനുകളായിട്ട്. അത്തരത്തിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വേണം എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് ഉത്തരം എഴുതേണ്ടത്. സോ റിക്കഗ്നിഷൻ ടൈപ്പ് ഇസ് ഓൾസോ നോൺ ആസ് സെലക്ഷൻ ടൈപ്പ് ടെസ്റ്റ് ആൻഡ് ദ ആൻസർ ഈസ് ഫിക്സ്ഡ് ആൻഡ് ഹെൻസ് ദേ ആർ ടേംഡ് ആസ് ഫിക്സ്ഡ് റെസ്പോൺസ് ടൈപ്പ്. അപ്പോൾ ആൻസർ ഫിക്സ്ഡ് ആണ്, നമ്മളിനി എത്രയൊക്കെ ഓപ്ഷൻ വന്നാലും ആൻസർ എന്താണ് അതിലുള്ള ഒരു ഉത്തരം തന്നെയാണ്. സോ ആൻസറിന് വ്യത്യാസം വരാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഫിക്സഡ് റെസ്പോൺസ് ടൈപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിൻ്റെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന്. അടുത്തത് റീകോൾ ടൈപ്പാണ്. റീകോൾ ടൈപ്പിൻ്റെ മറ്റൊരു പേരാണ് സപ്ലൈ ടൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീ റെസ്പോൺസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികൾ ആൻസർ സപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു വേർഡിൻ്റെ രൂപത്തിലോ ഒരു ഫ്രേസിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ രൂപത്തിലോ ഒരു സിമ്പലിൻ്റെ രൂപത്തിലോ ഒക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കുട്ടികൾ ആൻസർ തരുന്നത്. അതായത് നമ്മൾ ഈ ഷോർട്ട് ആൻസർ ടൈപ്പൊക്കെ ഈ ഒരു ഇതിൽ വരുന്ന ക്രൈറ്റീരിയ ആണ്. പിന്നെ പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലും ഈ മാർക്കിങ്ങിന് വേണ്ടി കൂടുതൽ സ്പെസിഫിക് സ്കിൽസിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടികൾക്ക് വളരെ സ്പീഡിന് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈസി ടു ആൻസർ ആണ്, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ലാർജ് സിലബസിലുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിനകത്തുള്ള നോളജ് മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഷോർട്ട് ഈ ഒരു ടെസ്റ്റിലൂടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് ഇത് സബ്ജക്റ്റീവ് മാർക്കിങ്ങിനെ എന്ത് ചെയ്യാണ്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞു, കുട്ടികളെ ചിലപ്പോൾ കുറേ എഴുതുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് എന്ത് ചെയ്തേക്കാം, മാർക്ക് കൊടുത്തേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് ചിലപ്പോൾ സ്വന്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ കാണും. അങ്ങനെയുള്ള അത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അവർക്ക് ജസ്റ്റ് അവരുടെ അറിവുള്ള നോളജിൽ വെച്ച് അവർക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. ഇനി അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾക്ക് കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾക്ക് എന്ത് വേണം, അത് ഫ്രെയിം ചെയ്യുന്നതിന് തന്നെ ഒരു ഗ്രേറ്റ് സ്കില്ല് വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് നമുക്ക് ഒരിക്കലും ഇത് എഴുതുമ്പോഴത്തേക്കും കുട്ടികൾ ആ ഒറ്റ വേർഡിൽ ആ ഒരു ഉത്തരം എഴുതണം. ആ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള രീതിക്ക് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാനോ അവരുടെ എബിലിറ്റി, അവരുടെ എക്സ്പ്രഷൻസ് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നടത്താനായിട്ട് പറ്റുന്നില്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾ
നമുക്ക് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് കുട്ടികളിപ്പോൾ ഒരു ലെസണിൽ നിന്ന് നമ്മൾ ഒരൊറ്റ ടേമാണ് ചോദിക്കുന്നത്. ആ കുട്ടികൾ ആ ലെസൺ മുഴുവനായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ദാറ്റ് ഈസ് അനദർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് എസ് എ ടൈപ്പ് ടെസ്റ്റാണ്. എസ് എ ടൈപ്പ് ടെസ്റ്റുകളെന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾക്ക് തൻ്റെ എക്സ്പ്രഷൻ, ഒരു സ്റ്റുഡൻറ്റിന് തൻ്റെ എക്സ്പ്രഷൻ, തൻ്റെ ഇന്നർ ആയിട്ടുള്ള എബിലിറ്റീസൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒന്നാണ്. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഉത്തരങ്ങൾ, ഒരു ഫ്രീ റെസ്പോൺസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഫ്രീഡം ഈസ് ഗീവൺ ടു ദി സ്റ്റുഡൻസ് ടു റെസ്പോൺസ്. പിന്നെന്താ പറയുന്നത്, ഈ ഒരു ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്ജക്റ്റീവ് സ്കോറിംഗ് ആണ്. അതായത് സബ്ജക്റ്റീവായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യും, ടീച്ചർ മാർക്ക് കൊടുക്കും. അതായത് വൊക്കാബുലറി, നല്ല ലാംഗ്വേജ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് എസ് ഐസിൽ ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റും. അതേസമയം വൊക്കാബുലറി അല്ലെങ്കിൽ ലെസ് അട്രാക്റ്റീവ് നോളജ് ഉള്ള കുട്ടികൾക്കൊക്കെ എസ് ഐയിൽ മാർക്ക് പോവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വിച്ച് ഇസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എസ് എ ടൈപ്പ് ടെസ്റ്റ്. എസ് എ ടൈപ്പുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. റെസ്ട്രിക്റ്റഡ് റെസ്പോൺസ് ടൈപ്പും എക്സ്റ്റെൻഡഡ് റെസ്പോൺസ് ടൈപ്പുമാണ്. എക്സ്റ്റെൻഡഡ് റെസ്പോൺസ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാം, അവരുടേതായിട്ടുള്ള ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് എന്ത് ചെയ്യാം, അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, ആ ഒരു പേപ്പറിൽ എഴുതാം, ആ ഒരു എസ്സേയിൽ എഴുതാം എന്നുള്ളതാണെങ്കിൽ എക്സ്റ്റെൻഡഡ് റെസ്പോൺസ് ആണ്. ഇനി റെസ്ട്രിക്റ്റഡ് റെസ്പോൺസ് ടൈപ്പ് ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും, അതായത് ആ കുട്ടികളുടെ റെസ്പോൺസിൽ തന്നെ ലിമിറ്റേഷൻസ് കൊടുക്കുന്നു. അതായത് ഇങ്ങനെ എഴുതണം, ഇത്ര ലെങ്തിൽ എഴുതണം, ഇങ്ങനെ ഓർഗനൈസേഷൻ ചെയ്യണം, ഇത്ര കണ്ടൻറ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് തന്നെ പറയുന്നതിനെയാണ് റെസ്ട്രിക്റ്റഡ് റെസ്പോൺസ് ടൈപ്പ് ടെസ്റ്റുകളെന്ന് പറയുന്നത്. ഇനി ലാസ്റ്റാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പിനേക്കാളും അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനേക്കാളും ഒക്കെ കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ഒന്നാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത്. കൂടുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പിലാണ്. എല്ലാ പോർഷൻസും ഈ ഒരു ഷോർട്ട് ആൻസർ ടൈപ്പിൽ ആൾക്കാർക്ക് കവർ ചെയ്യാനും അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാനുമായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവാലുവേഷൻ പ്രോഗ്രാമിലൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ടെസ്റ്റുകളാണ് കാണുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവാലുവേഷൻ്റെ ടൈപ്പ് ഓഫ് ഇവാലുവേഷനാണ്. ഒരുപാട് ഇവാലുവേഷൻ ഉണ്ട്, പക്ഷേ സിലബസിൽ 2 ഇവാലുവേഷൻസ് ആണ് തന്നേക്കുന്നത്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ലേണിംഗ് പ്രോഗ്രസ്, അതായത് ഒരു പീരീഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ ടൈമിൽ കുട്ടികൾ എത്രത്തോളം ലേണിംഗ് ചെയ്യുന്നുണ്ട്, ആ ഒരു ലേണിംഗ് പ്രോഗ്രസ്സിനെ അറിയാൻ വേണ്ടിയിട്ട് അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒരുപോലെ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പ്രൊവൈഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് സക്സസ്ഫുൾ ലേണിംഗ് ആൻഡ് ഐഡൻറ്റിഫൈ സ്പെസിഫിക് ലേണിംഗ് ഇറേഴ്സ് ദാറ്റ് നീഡ് കറക്ഷൻ. എന്തെങ്കിലും കറക്ഷനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പം ഹോംവർക്ക്, ക്ലാസ് വർക്ക്, ഓറൽ ക്വസ്റ്റ്യൻ, ക്വിസസ്, ഇതൊക്കെയാണ് ഒരു ഫോർമാറ്റീവ് ഇവാലുവേഷൻ്റെ ക്രൈറ്റീരിയയിൽ വരുന്നത്. അടുത്തതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് is done to find out to extent which the instructional objectives have been achieved usually at the end of the terminal period. അതായത് ഒരു ടെർമിനൽ പീരീഡിൻ്റെ അവസാനത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇവാലുവേഷനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് ആ കുട്ടികൾ ആ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദി പർട്ടിക്കുലർ കോഴ്സ്, ഒരു കോഴ്സിൻ്റെ എൻഡിലായിട്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കോഴ്സ് ഗ്രേഡൊക്കെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ ആയിരിക്കും. അതായത് കുട്ടികളുടെ ആ ഒരു പെർഫോമൻസിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് എക്സ്റ്റേണൽ ഇവാലുവേഷൻ. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ നമുക്ക് കമ്പയർ ചെയ്ത് പറയാനുള്ളതേ ഉള്ളൂ. ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, ആ സ്കൂളുകാർ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ കീഴിൽ അവർ എക്സാം എഴുതിക്കുന്നു, അവർ തന്നെ നോക്കി തരുന്നതിനെ നമ്മൾ ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്നും. എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പബ്ലിക് എക്സാംസ് ഒക്കെ പോലെ നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്നു, പക്ഷെ നമ്മുടെ പേപ്പർ നോക്കുന്ന നമ്മുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് അല്ല, പകരം നമ്മുടെ പേപ്പർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഉള്ള ഏജൻസീസ് എന്ത് ചെയ്യുന്നു, അത് നോക്കുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്
എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിലബസിൽ കൊടുത്തിട്ടുള്ള ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ ഒരു 3 ടെസ്റ്റുകൾ പറയുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ്. അതിനെ കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ അതിന് എത്രത്തോളം ലേണിങ്ങിൽ പ്രോഗ്രസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എഫക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എന്താണ്, കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ കുട്ടികൾ ക്ലാസ് റൂം ടീച്ചിങ്ങിലോ അല്ലെങ്കിൽ ഫോർമാറ്റീവ് ഇവാലുവേഷനിലോ ഒന്നോ തന്നെ അവരുടെ ഉള്ളിലുള്ള ഡിഫിക്കൽട്ടീസ് ചിലപ്പോൾ റിസോൾവ് ആയി കാണില്ല. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന കുട്ടികളെ ഒക്കെ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർക്ക് എവിടെയാണ് ഡിഫിക്കൽട്ടീസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുടെ എയിം തന്നെ എന്താണെന്ന് വെച്ചാൽ ടീച്ചിങ് മെത്തേഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അടുത്തതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ചില പ്രത്യേക ലേണിംഗ് മേഖലകളിൽ കുട്ടികളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകളെന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ എത്രത്തോളം ലേൺ ചെയ്തു, മനസ്സിലാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ഫീഡ്ബാക്കാണ്. അതായത് കുട്ടികളുടെ ആ ഒരു സ്റ്റുഡൻസ് പ്രോഗ്രസ്സിൻ്റെ തന്നെ ഒരു ഫീഡ്ബാക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ആ ടീച്ചിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൂടെ കണക്കാക്കാനായിട്ട് പറ്റും. അടുത്തതാണ് പ്രൊഫഷൻസി ടെസ്റ്റ്. ഇപ്പോൾ പ്രൊഫഷൻസി ടെസ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ പ്യൂപ്പിൾസിൻ്റെ എബിലിറ്റി, നോളജൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഫഷൻസി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ചില സ്കൂളുകളിലൊക്കെ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തൊക്കെ ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ കുട്ടികൾ അങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് കുട്ടികളെ യൂണിവേഴ്സിറ്റീസിലും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയൊക്കെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചില ജോബ്സ് ഓഫേഴ്സിനോ അല്ലെങ്കിൽ ചില സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനൊക്കെ നമുക്ക് കുട്ടികളെ ഒരു പ്രൊഫഷൻസി ടെസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു എബിലിറ്റി, നോളജൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരിക്കലും ആ കുട്ടി പഠിച്ചതോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോഴ്സിനെയോ ബേസ് ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല. കുട്ടിയുടെ ഇൻബോൺ എബിലിറ്റി, നോളജിനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവാലുവേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴത്തേക്കും ഒരു എസ്സയ്ക്കുള്ള ഒരു ടോപ്പിക്ക് ആവും. സോ നിങ്ങൾക്കിത് മനസ്സിലായെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു PDF-ലായിട്ട് ഞാൻ ലാസ്റ്റ് ഒരു ഗുഡ് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതുകൂടി വായിച്ച് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.